DGP റവാഡ ചന്ദ്രശേഖർ 24നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ആൽറെഡി സെൻട്രൽ കമ്മീഷണർ ഓഫ് പോലീസും പിന്നെ DIG കൂടെ അയച്ചിട്ടുണ്ട് അവിടത്തേക്ക്. അവിടത്തെല്ല നമ്മൾ അവരുടെ ബാക്കി ആളുകളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വി ആർ ഓൾസോ ട്രൈങ് ടു യൂസ് ദ ഡ്രോൺസ് ടു ഐഡന്റിഫൈ അവിടെ നടക്കാതെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഡ്രോൺസ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രാഥമികമായ വിവരം എങ്ങനെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്? നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ 10-40 പേര് ഭക്ഷണം കഴിക്കാനുള്ള സമയത്താണ് ഇതിങ്ങനെ സംഭവിച്ചു പറഞ്ഞതാണ് അതിലേക്ക്. ഡെത്ത് റോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായത് 6 പേര് പറഞ്ഞാണ്. 6 പേരുടെ മരണമായിരുന്നു DGP സ്ഥിരീകരിച്ചത്. അത് കുറച്ച് സമയം മുൻപുള്ള കണക്കാണ്. പരിക്കേറ്റവരെ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ എത്തിച്ച 6 പേർ മരിച്ചു എന്നാണ് നേരത്തെ വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പള്ളി പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. എത്ര തൊഴിലാളികൾ ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കണക്കുകൾ കൂടി വരേണ്ടതുണ്ട്. 40 തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നൊരു മേഖലയായിരുന്നു. പൊട്ടിത്തെറിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു തൊഴിലാളി പറഞ്ഞത് 2:45 ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു എന്നാണ്. അദ്ദേഹം ആദ്യ പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തൊട്ടു പിന്നാലെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു. 4 വെടിക്കെട്ട് പുരകൾ ഇത്തരത്തിലവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ 3 അടുത്തടുത്തായിരുന്നു, 1 അങ്ങ് ദൂരെ മാറിയായിരുന്നു. അവിടെയൊക്കെ ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പൊട്ടിത്തെറി ഉണ്ടായ ആദ്യ സമയത്തെ ദൃശ്യങ്ങൾ അത് ഈ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാം. മറുഭാഗത്തുള്ള ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. പൊട്ടിത്തെറി അത് പൂർണ്ണമായും നിലച്ചിട്ടില്ല. ചെറിയ സ്ഫോടനങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. നേരത്തെ രക്ഷാദൗത്യത്തിനായി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ഈ വെടിക്കെട്ട് പുരയ്ക്ക് സമീപത്തേക്ക് എത്തുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. തുടർന്ന് അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയായിരുന്നു പോലീസ്. അങ്ങ് ദൂരെ തീ ആളിക്കത്തുന്നത് ഇപ്പോഴും കാണാം. ഈ തീ മുഴുവൻ ആളിക്കത്തിയതിന് ശേഷം അവിടേക്ക് എത്താൻ കാത്തിരിക്കുകയല്ല പോലീസും ഫയർഫോഴ്സും. ഒരു ഡ്രോൺ പരിശോധനയിലൂടെ എവിടെയെങ്കിലും അടിയന്തരമായി എത്തേണ്ടതുണ്ടോ എന്നവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് വളരെ വേഗത്തിൽ എത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ്. ഫയർഫോഴ്സിൻ്റെ സംഘം ഇതിനോടകം അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് സംഘവും ഉണ്ട്. അവർ ആ മേഖലകളിലൊക്കെ നിരീക്ഷണം നടത്തുന്നുണ്ട്. മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നുവെന്ന് ഈ സ്ഫോടന സമയത്ത് പരിസരങ്ങളിലുണ്ടായിരുന്ന ആളുകൾ പറയുകയുണ്ടായി. അത്തരത്തിൽ ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ അത് ശേഖരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.